ഓക്കെ, നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സയൻറ്റിഫിക് മെത്തേഡ്സ് എന്താണെന്ന് കണ്ടു. ആ സയൻറ്റിഫിക് മെത്തേഡിൽ 2 കോമൺ ടൂൾസ് വേണമെന്ന് പറഞ്ഞു. ഒബ്സർവേഷൻ ആൻഡ് റീസൺ എന്ന് പറഞ്ഞു. അത് നമ്മളെ അപ്രോച്ച്, എംപിരിക്കൽ അപ്രോച്ച് എടുക്കുമ്പോഴേക്ക് 2 രീതിയിൽ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഒന്ന് ഇൻഡക്ഷൻ മെത്തേഡും ഡിഡക്ഷൻ മെത്തേഡും എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കിനി ഇന്ന് നോക്കേണ്ടത് സയൻറ്റിഫിക് മെത്തേഡിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വേണ്ട സ്റ്റെപ്സുകൾ, അല്ലെങ്കിൽ വേരിയസ് ഇൻവോൾവ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സ്റ്റെപ്സുകളെ കുറിച്ചാണ്. അപ്പോൾ സയൻറ്റിഫിക് മെത്തേഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ്സ് റിഫേഴ്സ് ടു എ ബോഡി ഓഫ് ടെക്നിക് ബൈ വിച്ച് എ സയൻറ്റിസ്റ്റ് ക്യാൻ അറ്റംപ്റ്റ് ടു ഗെയിൻ ന്യൂ നോളജ് ഓഫ് ഫിനോമിന ഓഫ് എ റിയൽ വേൾഡ് ഓർ ഇൻ്റഗ്രേറ്റഡ് പ്രീവിയസ് നോളജ്. അപ്പോൾ ഒരു സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സയൻറ്റിഫിക് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റിസർച്ച് എന്നൊരു പാർട്ട് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു ഗവേഷണത്തിൽ എങ്ങനെ സയൻറ്റിഫിക് മെത്തേഡ് എന്നുള്ള രീതിയാണ്. അപ്പോൾ അതിനകത്ത് ആ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത് എ ബോഡി ഓഫ് ടെക്നിക് ബൈ വിച്ച്, അതിൻ്റെ ബോഡി എന്താണെന്ന് വെച്ചാൽ വിച്ച് എ സയൻറ്റിസ്റ്റ് അറ്റംപ്റ്റ് ടു ഗെയിൻ എ ന്യൂ നോളജ്. ഒരു സയൻറ്റിസ്റ്റിന്, സാധാരണ റിസർച്ചൊക്കെ നടത്തുന്ന ആൾക്കാരെല്ലാം നമ്മൾ സയൻറ്റിസ്റ്റ് ഒന്നുമില്ല, അവർ ഒരു ന്യൂ നോളജ് അറ്റംപ്റ്റ് ഗെയിൻ ചെയ്യണതാണ്. ന്യൂ നോളജ് ഓഫ് എ ഫിനോമിന ഓഫ് റിയൽ വേൾഡ് ഓർ ഇൻ്റഗ്രേറ്റ് പ്രീവിയസ് നോളജ്. നമുക്ക് നിലവിൽ അറിയുന്ന ഒരു നോളജിനെ ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പുതിയ നോളജിനെ ഗെയിൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന അറ്റംപ്റ്റിനെയാണ് സയൻറ്റിഫിക് മെത്തേഡ്. അറ്റംപ്റ്റ്സിന് അതിൻ്റെ ബോഡീനെയാണ് നമ്മൾ കോമൺ ആയിട്ട്, അതിൻ്റെ ഒരു ഓൾ തിങ്സിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് സയൻറ്റിഫിക് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന പല പല സ്റ്റെപ്സുകളാണ്. ഒന്ന്, മേക്ക് ആൻ ഒബ്സർവേഷൻ, നമ്മൾ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. 2, പോസ് എ ക്വസ്റ്റ്യൻ, ആ നിരീക്ഷണത്തിൽ നിന്ന് നമ്മളൊരു ചോദ്യം ഉണ്ടാക്കുക. 3, ഫോർമുലേറ്റ് എ ഹൈപ്പോത്തിസിസ്, നമ്മൾ ആ ചോദ്യത്തിൽ നിന്ന് നമ്മൾ മുൻപ് എന്തെങ്കിലും ചെയ്തതുമായിട്ട് ഒരു ഗസ്, ഒരു ഊഹം, ഇത് ഇന്നത് കൊണ്ടാകാം എന്നുള്ള രീതിയിലൊരു ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുക. 4, ആ ഫോർമുലേറ്റ് ചെയ്ത ഹൈപ്പോത്തിസിനെ നമ്മളൊരു എക്സ്പെരിമെൻ്റ് വെച്ച് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഡിസൈൻ ആൻഡ് പെർഫോം എക്സ്പെരിമെൻറ്റ്. 5, അനലൈസ് ദ റിസൾട്ട് ആൻഡ് ഇൻ്റർപ്രറ്റ് ദി ഡാറ്റ ടു റീച്ച് എ കൺക്ലൂഷൻ. നമ്മൾ പറഞ്ഞ ഹൈപ്പോത്തിസിസ് നമ്മളൊരു എക്സ്പെരിമെൻ്റ് വെച്ച് എക്സ്പെരിമെൻ്റ് ചെയ്തു. ആ ചെയ്ത എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടിയ റിസൾട്ടിന് നമ്മൾ വ്യാഖ്യാനിക്കുക, ആ വ്യാഖ്യാനിച്ചിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നത്. ദെൻ 6th വൺ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ആൻഡ് പബ്ലിഷ് ദ കൺക്ലൂഷൻ. നമ്മൾ ചെയ്ത സാധനത്തിന് വേറൊരാൾക്കും കൂടി അറിയണ്ടേ, ഇത് എന്തുകൊണ്ടാണ് എന്നറിയണ്ടേ. അപ്പോൾ അവർക്ക് അറിയാൻ വേണ്ടി അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മളൊരു കവിത ഉണ്ടാക്കി, ആ കവിത മറ്റുള്ള ഒരാൾക്ക് അറിയണമെങ്കിൽ നമ്മളത് നമ്മൾ മാത്രം എഴുതി വെച്ച് നമ്മളിൽ ഒതുങ്ങി നിൽക്കുകയുള്ളൂ. അപ്പോൾ വേറൊരാളും കൂടെ അറിയുന്നത് ആ കവിത വായിക്കുന്ന ഒരു മീഡിയത്തിലേക്ക്. അപ്പോൾ കവിതകളൊക്കെ സാധാരണ ഇവിടെ മാഗസീനുകളൊക്കെയാണ് നമ്മൾ പബ്ലിഷ് ചെയ്യണം. അപ്പോൾ അതിനെ പബ്ലിഷ് ചെയ്യുക, അതാണ് കമ്മ്യൂണിക്കേറ്റ് ആൻഡ് പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഓരോതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കാരണം ഇത് തീർച്ചയായിട്ടും ഒരു സയൻറ്റിഫിക് മെത്തേഡ് റിസർച്ച് നിങ്ങളൊക്കെ ഫൈനൽ ഇയർ ആകുമ്പോഴേക്കും ഒരു പ്രോജക്റ്റ് വർക്കൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ വലിയ റിസർച്ചൊന്നും അല്ല, നമ്മൾ ചെറിയൊരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് നമ്മൾ ആ പ്രോജക്റ്റ് സമയത്ത് തന്നത്. അപ്പോൾ ആ പ്രോജക്റ്റ് സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് ഒരു പ്രോജക്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ അതിനകത്തുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എ സയൻറ്റിഫിക് ഒബ്സർവേഷൻ ഈസ് എ പെർസെപ്ച്വൽ പ്രോസസ് കൺസിസ്റ്റിംഗ് ഓഫ് റിസീവിങ് നോളജ് ഓഫ് സെലക്റ്റഡ് ഫീൽഡ് ത്രൂ ദ സയൻറ്റിസ്റ്റ് സെൻസ് ഓർ യൂസിങ് സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. ഇറ്റ് ഈസ് എന്താ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പെർസെപ്ച്വൽ പ്രോസസ്. പെർസെപ്ച്വൽ എന്ന് പറഞ്ഞാൽ ഒരു റെപ്രസെൻ്റ് ചെയ്യുന്ന എന്നുള്ളൊരു മീനിങ്, റെപ്രസെൻറ്റേഷൻ ഓഫ് വാട്ട് ഈസ് പെർസീവ്ഡ്, നമ്മൾ എന്താണ് കണ്ടത് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുക. പെർസെപ്ച്വൽ പ്രോസസ് കൺസിസ്റ്റിംഗ് ഓഫ് റിസീവിങ് നോളജ് ഓൺ എ സെലക്റ്റഡ് ഫീൽഡ്, ഏതൊരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു നോളജ് അക്വയർ ചെയ്യുക. എങ്ങനെ? ബൈ ത്രൂ സയൻറ്റിസ്റ്റ് സെൻസ്, ഒരു സയൻറ്റിസ്റ്റിൻ്റെ സെൻസിൽ കൂടി, അല്ലെങ്കിൽ സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻസിൽ കൂടി, അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ മെത്തേഡിൽ കൂടി നമ്മൾ നോക്കി കണ്ട് മനസ്സിലാക്കുന്നതിനാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് സിമ്പിളായിട്ട് വേറെ ഒന്നുമില്ല. ഒബ്സർവേഷൻ ഇറ്റ് ഈസ് ടു ഒബ്സർവ് മീൻസ് ഇറ്റ്സ് ലുക്ക് അറ്റ്, നോക്കുക, അല്ലെങ്കിൽ നോട്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ ലിസൺ ചെയ്യുക, ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ടച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ സ്മെല്ല് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് നോക്കുക ഡ്യൂറിങ് സം കോഴ്സ് ഓഫ് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ.
ഇതിനാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്സർവേഷൻ ഒരുപാട് എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒബ്സർവേഷനെ കുറിച്ച് നമ്മുടെ ചുറ്റും നടക്കുന്ന നമ്മുടെ തൊട്ടപ്പുറത്തേക്ക് നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നാണെങ്കിൽ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ അല്ലെങ്കിൽ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് നമ്മൾ അവിടെ കാണുന്ന സാധനങ്ങളെക്കുറിച്ചൊന്ന് നിരീക്ഷിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് ഡെയിലി രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയുള്ള സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾക്ക് വീട്ടിലിരിക്കുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തൊക്കെ അവിടെ കാണാൻ പറ്റും. നാളെ ഒന്നും കൂടി നോക്കുമ്പോഴേക്ക് ആ കാണലിന് സ്ഥിരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ, അത് വേരിയേഷൻ സംഭവിച്ചോ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നമുക്ക് വീടിൻ്റെ പുറത്ത് നല്ല വൃക്ഷങ്ങളൊക്കെ ഉണ്ട്, ചെടികളൊക്കെ ഉണ്ട്. ചെടികൾ പൂക്കളുണ്ടാവുന്നു. നമ്മൾ രാവിലെ നോക്കുമ്പോഴേക്കും പൂക്കളുണ്ടാവുന്നു, രാത്രി പൂക്കളുണ്ടാവുന്നില്ല. അതിൽ ചില കാലഘട്ടങ്ങളിൽ ചെടികളുടെ ഇലകളൊക്കെ കൊഴിഞ്ഞ് പുതിയ ശിഖരങ്ങളൊക്കെ വരുന്നു, ഇലകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമുണ്ട്. അങ്ങനെ പല സ്റ്റേജിൽ ചിലപ്പോൾ അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിൽ ഒബ്സർവ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് ടൗണിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ട്രാഫിക് ഉണ്ടാവും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ഭയങ്കര ട്രാഫിക്കായിരിക്കും. ചില സമയത്ത് നോക്കുമ്പോൾ ട്രാഫിക് വളരെ കുറവായിരിക്കും. ചില സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻസ് ഉണ്ടാകാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റുപാട് എന്ത് വേണം നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അതിനാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഏറ്റവും ലുക്കാകുക, ഒരു നോട്ടീസ് ആകുക, ലിസൺ ആകാൻ എന്തെങ്കിലും അതിനാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒബ്സർവേഷനിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടണം. വെറുതെ കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നാൽ പോരാ. നമ്മൾ നോക്കുമ്പോഴേക്കും രാവിലെ രാത്രി നോക്കുമ്പോൾ പൂക്കൾ വിടരുന്നില്ല, അല്ലെങ്കിൽ ചെടികളുടെ ഇലകളൊക്കെ മടങ്ങിക്കിടക്കുന്നു. അപ്പോൾ എന്താണ് രാത്രി ചെടികളുടെ ഇലകൾ മടങ്ങിക്കിടക്കുന്നത്? അല്ലെങ്കിൽ രാവിലെ മാത്രം എന്താണ് പൂക്കൾ ഉണ്ടാകുന്നത്? എന്താണ് ചില സീസണിൽ മാത്രം ഇലകൾ കൊഴിഞ്ഞു പോകുന്നത്? അതല്ലെങ്കിൽ ഇന്ന സമയത്ത് മാത്രം എന്താണ് ഇത്തരം പൊല്യൂഷൻസ് ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ ഇന്ന സമയത്ത് മാത്രം എന്താണ് ഇത്തരം വണ്ടികൾ കൂടുന്നത്? രാവിലെയും വൈകുന്നേരം വണ്ടി കൂടുതലായിരിക്കും, ഉച്ചയ്ക്ക് വണ്ടികളുടെ എണ്ണം കുറവായിരിക്കും. അങ്ങനെ പല രീതിയിൽ ഒബ്സർവേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ആ ഒബ്സർവേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണത്? ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യാം. പോസിങ് എ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് അറൈസ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് അറൈസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്താണോ കണ്ടത് അതിൽ നിന്ന് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകുമ്പോഴേക്കും അതെന്തുകൊണ്ട് എന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? അതിനെക്കുറിച്ചെല്ലാം വർക്കുകൾ നമ്മൾ നോക്കണം. മീൻസ് ഇതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും, ഇപ്പോൾ ചെടിയുടെ കേസൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്തുകൊണ്ട് വേനൽക്കാലത്ത് ചെടികൾ ഉണങ്ങി പോകുന്നു, അല്ലെങ്കിൽ മഴക്കാലത്ത് അല്ലെങ്കിൽ പകൽ മാത്രം ചെടികൾ പൂക്കുന്നു, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ചെടികളുടെ ഇലകൾ കൊഴിഞ്ഞു പോകുന്നു. ഇതൊക്കെ ഓൾറെഡി ഓരോരുത്തർ നമുക്കറിയാം. നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഇതിനു മുമ്പ് നമ്മുടെ സയൻറ്റിസ്റ്റുമാർ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നടത്തുന്ന വർക്കിനെയാണ് ലിറ്ററേച്ചർ സർവേ എന്ന് പറയുന്നത്. ദറ്റ് ഈസ് എ വൈഡ് സ്പ്രെഡ് സ്കാനിങ് ഓഫ് പബ്ലിഷ്ഡ് വർക്ക് ഓഫ് ദി അതർ സയൻറ്റിസ്റ്റ്. മറ്റ് ആൾക്കാർ ഇതിനെക്കുറിച്ച് നടത്തിയ സ്റ്റഡിയാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മളൊരു സർവേ നടത്തുമ്പോഴേക്കും നമ്മുടെ ചോദിച്ച ചോദ്യത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടാം. എന്തെങ്കിലും നമുക്ക് അതിനകത്ത് കിട്ടാം, ഇന്നതുകൊണ്ടാകാം. അപ്പോൾ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ആ നേരത്തെ കിട്ടിയ ഒബ്സർവേഷനിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആ ചോദ്യത്തിനെ കുറിച്ച്, ആ ചോദ്യം നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിലായിരിക്കണം. അല്ലാണ്ട് വെറുതെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. അതൊരു ഇൻട്രസ്റ്റബിൾ ആയിരിക്കണം. ഏരിയയിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഒബ്സർവ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ടായിരിക്കണം. ഇറ്റ് മസ്റ്റ് നോട്ട് ബി നോൺ ഫോൾസിബിൾ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. നോൺ ഫോൾസിഫയബിൾ മീൻസ് ഫോൾസിബിൾ എന്ന് പറഞ്ഞാൽ തെറ്റാണെങ്കിൽ അത് തിരുത്താൻ പറ്റണം. അങ്ങനത്തെ ഒരു കാറ്റഗറിയിലാണ് വരണം. ദെൻ ഇറ്റ് മസ്റ്റ് ബി വൺ ഫോർ വിച്ച് സ്റ്റഡീസ് ഫീസിബിൾ. പറയുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റുമോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നമുക്ക് ചോദിക്കേണ്ടത്. അപ്പോൾ 1-2 എക്സാമ്പിൾസുകളൊന്നും ഇവിടെ പറയണതാണ്. എന്താണ് ഒരു പ്രോബ്ലം നമ്മൾ കണ്ടപ്പോൾ അതിൽ നിന്നുള്ള ഒരു ഒബ്സർവേഷൻ കണ്ടപ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്? ഇപ്പോൾ നമുക്ക് ഒരുപാട് മരുന്നുകളുണ്ട് പല അസുഖങ്ങൾക്ക് വേണ്ടി. അപ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് ഡ്രഗ് ഈസ് ടു ബി ഡിസൈൻ ടു ഡെവലപ്പ് എ ക്യൂർ ഫോർ എയ്ഡ്സ്? എയ്ഡ്സിന് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഏത് ഡ്രഗാണ് ഉള്ളത്? വിച്ച് ടൈപ്പ് ഓഫ് ഡ്രഗ് ഈസ് ടു ബി ഡിസൈൻ ടു ഡെവലപ്പ് ക്യൂർ ഫോർ എയ്ഡ്സ്? അതല്ലെങ്കിൽ നമ്മളുടെ ഏരിയ സെലക്ട് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പത്തനംതിട്ട ഡിസ്ട്രിക്ട്സ് ആണ് അവിടെ പറയുന്നത്. വിച്ച് കൈൻഡ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് വുഡ് ബി ഐഡിയൽ ഫോർ ടീ പ്ലാന്റ്സ്? പത്തനംതിട്ടയിൽ തേയിലത്തോട്ടങ്ങളുണ്ട്. അപ്പോൾ അവരുടെ പ്ലാന്റ്സ് ആ പ്ലാന്റേഷനകത്ത്
ഏത് ടൈപ്പ് ഫെർട്ടിലൈസേഴ്സാണ് മോർ സ്യൂട്ടബിൾ. പല ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ കണ്ടുണ്ടാവും, അപ്പോൾ അതിന് പല സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതാണ് നല്ലത്, അത് നമുക്കൊരു ക്വസ്റ്റ്യനാക്കി എടുക്കാം. അതുപോലെ തന്നെ വാട്ട് കൈൻഡ് ഓഫ് സൊല്യൂഷൻ ക്യാൻ ബി ഫൗണ്ട് ഫോർ എ ഡിസീസ് ഓഫ് കോക്കനട്ട് ട്രീ മലപ്പുറം ഏരിയയിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവിടുത്തെ കോക്കനട്ട് ട്രീയിൽ പലതരം അസുഖങ്ങളുണ്ടാവും. അപ്പോൾ എന്ത് ടൈപ്പ് ആ അസുഖങ്ങൾക്കൊരു സൊല്യൂഷൻ എന്താണ്, വാട്ട് കൈൻഡ് ഓഫ് സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അതൊരു ക്വസ്റ്റ്യനാണ്. അങ്ങനെ കുറേ ഇപ്പോൾ നമ്മുടെ കെമിസ്ട്രി എടുക്കണമെങ്കിൽ വിച്ച് കൈൻഡ് ഓഫ് ലിഗാൻസ് ഡസ് നിക്കൽ പെർഫോം ടു ഫോം കോർഡിനേഷൻ കോംപ്ലക്സ്. വിച്ച് കൈൻഡ് ഓഫ് ലിഗാൻസ്, എല്ലാ മെറ്റലും കോർഡിനേഷൻ കോംപ്ലക്സ് ഒക്കെ നിങ്ങൾ +1 +2 പഠിച്ചാണ്. അപ്പോൾ എല്ലാ കോമ്പൗണ്ടുകളും നമുക്ക് കോംപ്ലക്സ് ഫോം ചെയ്യില്ല. അപ്പോൾ എല്ലാ മെറ്റലുകളും എല്ലാ ലിഗാൻസായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യില്ല. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ലിഗാൻസാണ് നിക്കൽ കോംപ്ലക്സ് ഫോം ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യുന്നത്, അത് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കുറേ എക്സാമ്പിളുകൾ. ഹൗ ക്യാൻ വേരിയേഷൻ ഇൻ ദ സ്റ്റെബിലിറ്റീസ് ഓഫ് അരോമാറ്റിക് അമീൻസ് അക്കൗണ്ടഡ് ഫോർ ദി ബേസിസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഗ്രൂപ്പ്സ്. അപ്പോൾ അമീൻ്റെ ബേസിസിറ്റി നമ്മൾ പറയുന്നുണ്ട്. അമീൻ്റെ ബേസിസിറ്റിക്കകത്ത് അമീന് ഫർദർ സബ്സ്റ്റിറ്റ്യൂവൻസ് വരുമ്പോഴേക്കും അതെങ്ങനെ അതിൻ്റെ സ്റ്റെബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നു. അങ്ങനെ കുറേ ഇവിടെ 1-2 എക്സാമ്പിൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനാണ് നമ്മൾ പോസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ലിറ്ററേച്ചർ സർവേ, ആ സർവേയിൽ നിന്ന് നമുക്കൊരു അത് ഇന്നത് കൊണ്ടാകാം അല്ലെങ്കിൽ ഇന്നത് കാരണമാകാം എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മളതിനെ നമുക്ക് മുൻപുണ്ടായിരുന്ന അറിവുകളിൽ നിന്ന് നമ്മളൊരു ഐഡിയയിലേക്ക് എത്തണം. ആ ഐഡിയക്കാണ് ടെസ്റ്റബിൾ ആയിട്ടുള്ള പ്രൊപ്പോസിഷനെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ 3ാമത്തെ സ്റ്റെപ്പാണ് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടെസ്റ്റബിൾ പ്രൊപ്പോസിഷൻ, ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അങ്ങനെ ഇറ്റ് ഈസ് ആൻ എഡ്യൂക്കേറ്റഡ് ഗെസ് ദാറ്റ് സബ്സിക്വൻറ്റ് എക്സ്പെരിമെൻറ്റേഷൻ വിൽ അറ്റംപ്റ്റ് ടു പ്രൂവ്. ഇറ്റ് ഈസ് ആൻ എഡ്യൂക്കേറ്റഡ് ഗെസ്, ഒരു ഗെസ്സായിരുന്നു. ആ എഡ്യൂക്കേറ്റഡ് മീൻസ് വിദ്യാഭ്യാസമുള്ള എന്നുള്ള മീനിങ് അല്ല, ഒരു നിലവാരമുള്ള അല്ലെങ്കിൽ ഒരു ലോജിക്ക് ഉള്ളതായിരിക്കണം. ദാറ്റ് സബ്സിക്വൻറ്റ് എക്സ്പെരിമെൻറ്റേഷൻ വിൽ അറ്റംപ്റ്റ് ടു പ്രൂവ്. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു എക്സ്പെരിമെൻറ്റേഷൻ നടത്തി കഴിഞ്ഞാൽ അത് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ടൈപ്പുള്ള ഒരു ഗെസ് ആയിരിക്കണം. അതിനെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒബ്സർവേഷൻ നടത്തിയപ്പോൾ നമുക്കൊരു സംശയം ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്തു. അപ്പോൾ നമ്മൾ ആ ലിറ്ററേച്ചർ സർവേ ഒക്കെ നടത്തിയപ്പോഴേക്കാണ് നമുക്ക് നമുക്ക് ആ ക്വസ്റ്റ്യനിന് നമുക്കൊരു ഗെസ് കിട്ടി, ഇന്നത് കൊണ്ടാകാം. അപ്പോൾ നമുക്കൊരു ഗെസ് മാത്രം ഇവിടെ ആയിട്ടില്ല, ഇനി അത് ശരിയാണോ ഇല്ലെന്നൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആ ഗെസ്സിനെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗെസ് നല്ല ഹൈപ്പോത്തിസിസ് ആണെങ്കിൽ, അല്ലെ നമ്മുടെ ഒരു ഗെസ് ഒരു നല്ലൊരു ഹൈപ്പോത്തിസിസ് ഗുഡ് ഹൈപ്പോത്തിസിസ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസുകൾ പറയുന്നുണ്ട്. ലോജിക്കലി റിലേറ്റഡ് ടു പ്രോബ്ലം അണ്ടർ കൺസിഡറേഷൻ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രോബ്ലമായിട്ട് ലോജിക് ആയിരിക്കണം. പിന്നെ കൺസിസ്റ്റൻറ്റ് വിത്ത് ഒബ്സർവ്ഡ് ഫാക്ട് ഓർ പ്രീവിയസ് നോളജ് ഓൺ ദ ടോപ്പിക്ക്, നമ്മൾ പറയുന്ന ടോപ്പിക്ക് പ്രീവിയസ് നോളജുമായിട്ടൊന്ന് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. Then clearly stated with ambiguity offering an explanation of the phenomenon under consideration. Clearly stated without doubt ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. മേക്കിംഗ് പ്രഡിക്ഷൻ ദാറ്റ് ക്യാൻ ബി ചെക്ക്ഡ് അഗൈൻസ്റ്റ് റിയാലിറ്റി, നമ്മളൊരു പ്രഡിക്ഷൻ നടത്തുമ്പോഴേക്ക് അത് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലായിരിക്കണം. ടെസ്റ്റബിൾ ആയിരിക്കണം, ഫോൾസിഫൈബിൾ ആയിരിക്കണം. അപ്പം അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ സ്ഥിരം കാണുന്നൊരു സാധനമാണ് ഉപ്പ് നമുക്ക് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വെച്ചെന്നോ അത് വെള്ളമായിട്ട് മാറുന്നു. അപ്പോൾ ഉപ്പ് ആക്ച്വലി വെള്ളമായിട്ട് മാറുന്ന ഒരു സബ്സ്റ്റൻസ് അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് വെള്ളമായിട്ട് മാറുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡെലിക്വിസെൻറ്റ് അല്ലെങ്കിൽ ഡെലിക്വിസെൻസ്. പക്ഷേ ആക്ച്വലി പ്യുവർ ഉപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, സോഡിയം ക്ലോറൈഡ് ആണ്. അപ്പോൾ സോഡിയം ക്ലോറൈഡ് നമുക്ക് പ്രീവിയസ് നോളജിൽ സോഡിയം ക്ലോറൈഡ് ഡെലിക്വിസെൻ്റ് അല്ല. അപ്പോൾ പിന്നെ എന്താണ് ഉപ്പ് തുറന്ന് വെച്ചാൽ വെള്ളമാകാൻ കാരണം? അപ്പോൾ നമ്മൾ ലിറ്ററേച്ചറൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഉപ്പ് അല്ലാതെ വേറെ എന്തെങ്കിലും, നമ്മളൊരു ഗസ്സാണ്, ഉപ്പല്ലാതെ വേറെ എന്തെങ്കിലും സാധനം ഉപ്പിനകത്ത് കാണാം, അതാണ് ഡെലിക്വിസെൻ്റ്. നമ്മുടെ ഹൈപ്പോത്തിസിസ് ദ കോമൺ സോൾട്ട് കണ്ടെയ്നിങ് നോട്ട് ഓൺലി സോഡിയം ക്ലോറൈഡ്, ഉപ്പ് മാത്രമല്ല കോമൺ സോൾട്ടിനകത്ത് ഉപ്പ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് സോഡിയം ക്ലോറൈഡ് മാത്രമല്ല, കാരണം സോഡിയം ക്ലോറൈഡാണ് ഡെലിക്വിസെൻ്റ് അല്ലാത്ത സാധനമാണ്.
അപ്പോൾ അത് തുറന്ന് വയ്ക്കുമ്പോൾ വെള്ളം വരണമെങ്കിൽ നമ്മുടെ സോഡിയം ക്ലോറൈഡിനകത്ത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കോമൺ സോൾട്ടിനകത്ത്, ഉപ്പിനകത്ത് സോഡിയം ക്ലോറൈഡ് അല്ലാതെ വേറെ എന്തൊരു സബ്സ്റ്റൻസ് ഉണ്ട്, ഡെലിക്വിസൻ്റ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന ഹൈപ്പോത്തിസിസ് നമുക്ക് പല രീതിയിൽ നമുക്ക് ഹൈപ്പോത്തിസിസ് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ പല മോഡിൽ ഹൈപ്പോത്തിസിസ് ജനറേറ്റ് ചെയ്യാം. അതിൽ 1-2 മോഡുകളിൽ ഒന്നാണ് പറയുന്നത് അനലോഗി മോഡ്. അനലോഗ് ചെയ്യുക, വേറെ ഒന്നായിട്ട് കമ്പയർ ചെയ്യുക. സിമിലർ ബിഹേവിയർ ഓർ സിറ്റുവേഷൻ ലീഡ് ടു സിമിലർ റിസൾട്ട്. വേറൊരു സിമിലർ സിറ്റുവേഷനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണതാണ്. അപ്പോൾ നമുക്കറിയാം സോഡിയം റിയാക്ട്. അപ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുന്നത് സോഡിയം റിയാക്ട് വിഗ്രസ്ലി വിത്ത് വാട്ടർ ഫോമിങ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ലിബറേറ്റിംഗ് ഹൈഡ്രജൻ. അപ്പോൾ നമ്മുടെ ഒരു ചോദ്യമാണ്, പൊട്ടാസ്യം ഇതേപോലെ തന്നെ ആയിരിക്കും വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് നോളജ് നോക്കുമ്പോഴേക്കും മെറ്റൽസ് ഇൻ ദ സെയിം ഗ്രൂപ്പ് ടെൻസ് ടു ഹാവ് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ നമ്മുടെ ഒരു ഹൈപ്പോത്തിസിസ് ആണ്, കാരണം സോഡിയത്തിന് താഴെയുള്ളതാണ് പൊട്ടാസ്യം. അപ്പോൾ പൊട്ടാസ്യം വിച്ച് ബിലോങ്സ് ടു സെയിം ഗ്രൂപ്പ് ആ സോഡിയം വുഡ് ബി റിയാക്ട് വിഗ്രസ്ലി വിത്ത് വാട്ടർ ഫോമിങ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ലിബറേറ്റിംഗ് ഹൈഡ്രജൻ. അപ്പോൾ നമ്മുടെ ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ അവിടെ നിന്ന് തന്നെ കണ്ടു. കാരണം സോഡിയത്തിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് വേണ്ടി ഉണ്ടായി. പൊട്ടാസ്യം ഇതേപോലെ വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരേ പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. നമ്മുടെ പ്രീവിയസ് നോളജ് നമ്മൾ പഠിച്ചപ്പോഴേക്കും ഒരേ ഗ്രൂപ്പിൽ തന്നെ കോമ്പൗണ്ടുകളൊക്കെ ഏകദേശം ഒരേ കെമിക്കൽ പ്രോപ്പർട്ടീസ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സോഡിയത്തിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് കമ്പയർ ചെയ്ത് പൊട്ടാസ്യത്തിന് അതേ പ്രോപ്പർട്ടി ഉണ്ടെന്ന് നമുക്ക് എക്സ്പെരിമെൻറ്റ് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ അനലോഗ് കമ്പയർ ചെയ്യണതാണ്. രണ്ടാമത്തെ ഹൈപ്പോത്തിസിസിൻ്റെ ജനറേറ്റ് ചെയ്യുന്നത് ഇൻഡക്ഷൻ മോഡലാണ്. ഫോർമുലേറ്റഡ് ബൈ ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് കേസ് നമ്മൾ മറ്റൊരെണ്ണമായിട്ട് കമ്പയർ ചെയ്യണതാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയണമെന്ന് വെച്ചാൽ ഒരു ഏരിയയിൽ ബി എന്നുള്ളൊരു ഡിസ്ട്രിക്റ്റിനകത്ത് എ എന്നുള്ളൊരു റീജിയനകത്ത് വെജിറ്റബിൾസ് എല്ലാം നശിച്ചു പോകുന്നുണ്ട്. രണ്ടാമത്തെ ഒരു ഒബ്സർവേഷൻ ആണ്, ബി എന്ന ജില്ലയിൽ എ എന്നുള്ള റീജിയനകത്ത് ഗോൾഡ് റിഫൈനിങ് യൂണിറ്റ്, ഗോൾഡ് പ്യൂരിഫൈ ചെയ്യുന്ന യൂണിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ബി ഡിസ്ട്രിക്റ്റിനകത്തുള്ള വെജിറ്റബിൾസ് എന്തുകൊണ്ട് ചീത്തയാകുന്നു, വാട്ട് ഈസ് ദ കോസ് ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് വെജിറ്റബിൾസ് ഇൻ എ റീജിയൻ ഓഫ് ബി ഡിസ്ട്രിക്ട് ആൻഡ് ഹൗ ക്യാൻ ഇറ്റ് പ്രിവെൻറ്റ്, ഇത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക, അതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ നമുക്ക് പ്രീവിയസ് നോളജ് വെച്ച് നമ്മൾ സ്റ്റഡി ചെയ്തപ്പോഴേക്കും വേറൊരു സ്ഥലത്ത് വൈ എന്നുള്ള ഡിസ്ട്രിക്റ്റിനകത്ത് എക്സ് എന്നുള്ള റീജിയനകത്ത് അവിടെ ഗോൾഡ് റിഫൈനിങ് ഉണ്ടായിരുന്നു. ആ ഗോൾഡ് റിഫൈനിങ്ങിൽ നിന്ന് നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഈ നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസ് അവിടെയുള്ള വെജിറ്റബിൾസിനെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ വേറൊരു സ്ഥലത്ത് റിസൾട്ട് നമ്മൾ സർവേ ചെയ്തപ്പോൾ കണ്ടു. അപ്പോൾ നമ്മൾ ആ റിസൾട്ട് ഇവിടെ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നതിന് വേറൊരു സ്പെസിഫിക് കേസ് നമ്മുടെ കേസിനകത്ത് കൊണ്ടുതന്നെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹൈപ്പോത്തിസിനകത്ത് നമ്മുടെ ഈ കേസിനകത്ത് ഗോൾഡ് റിഫൈനിങ് ഉണ്ട്. ബി എന്നുള്ള ഡിസ്ട്രിക്റ്റിനകത്ത് എ എന്നുള്ള റീജിയനകത്ത് നമ്മുടെ ഇവിടെയും ഗോൾഡ് റിഫൈനിങ് ഇൻഡസ്ട്രി ഉണ്ട്. അപ്പം നമ്മൾ പറയണതാണ് NO2 ആയിരിക്കും ഇതിൻ്റെ കാരണക്കാരൻ. നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് കൊണ്ടുവന്നു. പിന്നെ അത് നമ്മൾ പ്രൂവ് ചെയ്യണം, അത് ടെസ്റ്റ് ചെയ്യണം. പിന്നൊരു മെത്തേഡാണ് ഹൈപ്പോത്തിസിസ് ആണ് ജനറേറ്റഡ് ബൈ ഡിഡക്ഷൻ മെത്തേഡ്. ഡിഡക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വെൽ എസ്റ്റാബ്ലിഷ്ഡ് സയൻറ്റിഫിക് നോളജിൽ നിന്ന് നമ്മൾ അതിനെ കൺക്ലൂഡ് ചെയ്യണേണ് ഹൈപ്പോത്തിസിസിലേക്ക് എത്തണേണ്. ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യൻറ്റിനെ കുറിച്ച് പറയണതാണ്. ഒരു 62 വയസ്സുള്ള ഒരു രാജ്യം എന്നുള്ള ഒരാൾ, അയാൾ ഭയങ്കരമായിട്ട് സ്മോക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ സ്മോക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം അയാൾക്ക് നല്ല ചുമയൊക്കെ ഉണ്ട്. അയാൾ പലപ്പോഴായിട്ട് അയാളുടെ കഫം അല്ലെങ്കിൽ അയാൾ തുപ്പുന്ന സമയത്ത് ബ്ലഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം അയാൾക്ക് എന്താണ് പ്രശ്നം. നമ്മുടെ പ്രീവിയസ് നോളജ് ഇങ്ങനെ നോക്കിയപ്പോൾ ഈ സ്മോക്കിംഗ് വളരെ കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് ലങ് ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ചുമയുണ്ടാവുന്നതോടൊപ്പം തന്നെ ബ്ലഡ് ഛർദ്ദിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഇതാണ്. ഇന്ന ഡിസീസിനകത്ത് ഇന്ന സിംറ്റങ്ങൾ ഉണ്ടെന്നുള്ളത് ഓൾറെഡി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രസൻറ്റ് കേസിനകത്ത് നമുക്ക് ഒരു ഹൈപ്പോത്തിസിസ് ആണ് ആ വ്യക്തിക്ക് ലങ് ക്യാൻസർ ഉണ്ട്. പിന്നെ നമുക്ക് ആ വ്യക്തിക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ എക്സ്പെരിമെൻ്റിൽ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പറയുന്നത്. പിന്നെ ഒരെണ്ണമാണ് ഇൻറ്റ്യൂഷൻ മെത്തേഡ് വഴി നമ്മളൊരു ഹൈപ്പോത്തിസിസിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇൻറ്റ്യൂഷൻ മെത്തേഡ് നമുക്കൊരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാകും. ഇൻറ്റ്യൂഷൻ
അതെന്ന് പറഞ്ഞാൽ റിസർച്ച് വിത്ത് നോ സിഗ്നിഫിക്കൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഓൺ ഇൻഫർമേഷൻ ടു ഗൈഡ് ഹിം. പ്രത്യേകിച്ച് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് മീൻസ് നമുക്ക് നേരത്തെ ഇൻഫർമേഷൻ്റെ പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല, നമ്മളത് സ്റ്റഡി നടത്തിയിട്ട് ആ സ്റ്റഡിയിൽ നിന്ന് ഇതാണെന്നും പറഞ്ഞ് എത്തിക്കണേണ്. അപ്പോൾ ആ ഒരു എത്തിക്കണേൽ ഇപ്പോൾ കെക്കുലെ എന്നുള്ളൊരു സയൻറ്റിസ്റ്റ്, നിങ്ങൾ ബെൻസീൻ്റെ സ്ട്രക്ചറൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു 6 മെമ്പേർഡ് ആയിട്ടുള്ള റിങ് ആണ്. അപ്പോൾ കെക്കുലേക്ക് പ്രത്യേകിച്ച് പ്രീവിയസ് നോളജ് ഒന്നും ഇല്ല ബെൻസീൻ്റെ സ്ട്രക്ചർ ഇന്നതാണെന്നും പറഞ്ഞു. പക്ഷേ കെക്കുലേക്കൊരു സ്വപ്നത്തിലൊരു ഇതുണ്ടായിരുന്നു. എന്താണ് സ്വപ്നത്തിനകത്ത് അദ്ദേഹം എന്തൊരു പാമ്പുകൾ തമ്മിൽ അതിൻ്റെ ഒരു പാമ്പ് അതിൻ്റെ വാല് കടിക്കണേണ്. അപ്പോൾ അത് ഇങ്ങനെ കടിക്കുമ്പോഴേക്ക് അതൊരു സർക്കിൾ പോലെ അല്ലെങ്കിൽ ഒരു നമ്മുടെ ബെൻസീൻ്റെ സ്ട്രക്ചർ പോലെ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ അങ്ങനെ ബെൻസീൻ്റെ സ്ട്രക്ചർ ആയിക്കൂടിയത് എന്നുള്ള കൺസെപ്റ്റിലേക്ക് അദ്ദേഹം വന്നത്. അതുപോലെ ആർക്കിമിഡീസ് നമ്മുടെ ഇതിൻ്റെ എന്നിട്ടായിരുന്നു നമ്മളൊരു ഒബ്ജക്റ്റ് ഒരു വാട്ടറിനകത്തേക്ക് ഇടുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ വോളിയം അനുസരിച്ചുള്ള വാട്ടർ അതിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഇതൊക്കെ പ്രത്യേകിച്ച് പ്രീവിയസ് നോളജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവരൊരു ഐഡിയയിൽ നിന്ന് സ്വന്തമായിട്ട് ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാതെ ഇൻഡ്യൂഷൻ വഴി കൊണ്ടുവന്നത് തന്നെയാണ് ഹൈപ്പോത്തിസിസ് ആയിരുന്നു. ഇപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ ഒരു സയൻറ്റിഫിക് മെത്തേഡിനെ കുറിച്ചാണ് പറഞ്ഞത്. ആദ്യം നമുക്ക് ഒബ്സർവേഷൻ വേണമെന്ന് പറഞ്ഞാൽ ആ ഒബ്സർവേഷനിൽ നമ്മൾ പ്രീവിയസ് നോളജൊക്കെ വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യന് നമ്മൾ ഹൈപ്പോത്തിസിസ് കണ്ടെത്തും. ഈ ഹൈപ്പോത്തിസിസ് നമ്മൾ പറയുന്ന ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഗസ്സാണ്, അത് പ്രൂവ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് എക്സ്പെരിമെൻറ്റ് വേണം. അതങ്ങനെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ ഇല്ലയോ എന്ന് നമ്മൾ പറഞ്ഞ ഗസ് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് എത്തണം. അതിനാണ് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് നമുക്ക് പല രീതിയിലാകാം. നമുക്ക് വിഷ്വലാകാം, അല്ലെങ്കിൽ സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാകാം. അങ്ങനെ അത് പല രീതിയിൽ നമ്മൾ എടുക്കുന്ന കേസ് അനുസരിച്ച് നമുക്ക് അതിൻ്റെ എക്സ്പെരിമെൻറ്റേഷൻ മാറും. പല ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് അതിനകത്ത് ഇപ്പോൾ വെള്ളത്തിൻ്റെ കളറ് മാറുന്നു. പല സമയങ്ങളിൽ ഒരു ഏരിയയിൽ നോക്കുമ്പോഴേക്കും വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്നു. ഈ വാട്ടർ പൊല്യൂഷന് കാരണക്കാരെന്താണ്? വെള്ളത്തിനകത്തുള്ള ഏതെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ആകാം. ആ ഇമ്പ്യൂരിറ്റീസ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്ടർ അനാലിസിസ് നടത്തണം. വാട്ടർ അനാലിസിസ് നടത്തുമ്പോൾ വാട്ടർ ഡിഫറെൻറ്റ് ടൈമിൽ ഡിഫറെൻറ്റ് സീസണിൽ കളക്ട് ചെയ്ത് അതിൻ്റെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പല കണ്ടൻറ്റുകളെയൊക്കെ ഏതൊക്കെയാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് പല മെത്തേഡുകൾ അവൈലബിൾ ആവും. അതിനകത്ത് നമുക്ക് എക്കണോമിക്കലായുള്ള മെത്തേഡുകൾ സെലക്ട് ചെയ്യണം. അങ്ങനെ കുറേ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടാവും. ക്രൈറ്റീരിയ വഴി നമ്മൾ പ്ലാനിങ് ഒക്കെ ചെയ്ത് ഡിസൈൻ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് ഒരു റിസൾട്ട് കിട്ടുന്നു, ഡാറ്റ കിട്ടുന്നു. ഇപ്പം അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയണമെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഗ്രീൻ ടീ കുടിക്കുമ്പോഴേക്കും LDL കൊളസ്ട്രോൾ കുറയുന്നു എന്ന് പറയും. അപ്പോൾ നമുക്ക് ആ എക്സ്പെരിമെൻറ്റ് ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്കൊരു സെറ്റ് ഓഫ് ആൾക്കാരെ ആദ്യമേ വേണം. വെറുതെ അങ്ങ് ചെയ്യാൻ പറ്റില്ല. ഒരു സെറ്റ് ഓഫ് പീപ്പിൾസിനെ നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഇത്ര ആൾക്കാർ 10 ആൾക്കാർ അല്ലെങ്കിൽ 20 ആൾക്കാരുടെ സ്റ്റഡി നടത്തുന്നു. അപ്പോൾ അവർ 20 ആൾക്കാരെ സ്റ്റഡി നടത്തുമ്പോഴേക്കും നമുക്ക് അവർക്ക് കൊടുക്കുന്ന ക്വാണ്ടിറ്റി ഡെയിലി ഒരാൾക്ക് 1 ഗ്ലാസ് വെച്ച് കൊടുക്കാം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് 2 ഗ്ലാസ് വെച്ച് കൊടുക്കാം, 3 ഗ്ലാസ് വെച്ച് കൊടുക്കാം. ഒരാൾക്ക് രാവിലെ മാത്രം കൊടുക്കാം, അല്ലെങ്കിൽ ഉച്ചക്ക് കൊടുക്കാം, അല്ലെങ്കിൽ രാത്രി കൊടുക്കാം. പിന്നെ ഇതൊന്നും ഇല്ലാത്ത കുറച്ച് ആൾക്കാർ കമ്പയർ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ പല രീതിയിലാണ് നമ്മളതിനെ കമ്പയർ ചെയ്തെടുക്കുന്നത്. അതാണ് ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി ഡാറ്റ. നമുക്കിപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് അതിൽ നിന്നൊരു ഡാറ്റ കിട്ടി, അതിന് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്ത് വ്യാഖ്യാനിക്കാം. ആ വ്യാഖ്യാനിച്ച് നമ്മുടെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. അപ്പോൾ വെള്ളത്തിന് ഒരു ചുമന്ന കളറ് കണ്ടു. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയപ്പോഴേക്ക് അയൺ എന്നുള്ളൊരു മെറ്റൽ കണ്ടു. അയൺ എന്നുള്ള മെറ്റൽ സാധാരണ അത് ഒരു യെല്ലോ കളർ തരാൻ, അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ തരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ വെള്ളത്തിനൊരു നീല കളർ കണ്ടു. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കോപ്പർ എന്നുള്ളൊരു എലമെൻറ്റിനെ കിട്ടി. കോപ്പർ സാധാരണ അതിൻ്റെ കോമ്പൗണ്ടുകൾ ബ്ലൂ കളറാണ്. അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ ഇറ്റ് ഈസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് കോപ്പർ എന്നുള്ള ഇതെത്തി. അപ്പോൾ നമ്മൾ ഒരു ഒബ്സർവേഷൻ, വെള്ളത്തിന് നീല കളർ കിട്ടി, എന്തുകൊണ്ടാണ് നമ്മൾ ചോദിച്ചു. അപ്പോൾ നമ്മളൊരു പ്രീവിയസ് നോളജാണ് കോപ്പർ എന്നാൽ തരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഏരിയയിലുള്ള വെള്ളത്തിന് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ റിസൾട്ട് എത്തി കോപ്പറാണ്. അതിൻ്റെ സോഴ്സ് എവിടെയെന്നൊക്കെ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ വന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അവസാനം നമ്മുടെ കൺക്ലൂഷനിലെത്തി. ഇനി നമ്മൾ നമ്മളൊരു പർട്ടിക്കുലർ ഏരിയയിലുള്ള വെള്ളം എടുത്തിട്ടായിരിക്കും ചെയ്തത്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ റിസൾട്ട് നാട്ടുകാർക്കും കൂടി അറിയണ്ടേ, ഇന്ന കാരണം കൊണ്ടാണ് അത് നീല കളറായിട്ട് കിടക്കുന്നത്. അതിന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്, എന്നതുകൊണ്ടാണ്, ഇന്ന ഏരിയയിലാണ് സംഭവിച്ചത്. അത് മറ്റുള്ളവർ അറിഞ്ഞെങ്കിലാണ് നമ്മുടെ വർക്കിനൊരു റിലയബിലിറ്റി ഉള്ളത്. അല്ലെങ്കിൽ ഞാനൊരു കവിത എഴുതി, ആ
ആ കവിത നല്ലതാണ്, അല്ലെങ്കിൽ ഒരു കഥ എഴുതി കഥ നല്ലതാണെന്നൊരു ഒരു കമൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കഥ കുറച്ച് ആൾക്കാർക്ക് വായിക്കാൻ കൊടുക്കണം, അല്ലെങ്കിൽ എനിക്കൊരു കഥ വായിച്ചിട്ട് ഒരു അവാർഡ് കിട്ടണം. അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്ത വർക്ക് ശരിയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പുറത്തൊരാളുകളുടെ ആ ഏരിയയിലുള്ള ആൾക്കാർ, ആ ഏരിയ എന്ന് പറയുന്നത് ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരാൾക്ക്, സയൻസ് പഠിക്കുന്ന ഒരാൾക്ക് സയൻസുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ആർട്സ് പഠിച്ച ഒരാളോട് അത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം വേറൊരാൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ റിപ്പീറ്റ് ചെയ്ത് നോക്കുമ്പോഴേ